അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത അവിൽ വെച്ച് ഒരു കറുത്ത ഹൽവയാണ്. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് പോലെ എണ്ണയുടെയോ നെയ്യിന്റെയോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള അവിൽ ഹൽവയാണ്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണിത്. ഇതുണ്ടാക്കി കഴിച്ചവർ ആരും തന്നെ പറയില്ല അവിൽ വെച്ചിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 3 കപ്പ് അവിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചുമന്ന അവിലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 250 ml കപ്പിന്റെ അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3 കപ്പ് അവിലും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിതുപോലെ കയ്യിൽ വെച്ച് പൊടിച്ച് നോക്കുമ്പോൾ പൊടിച്ച് കിട്ടണം. ഇതാണ് ഇതിന്റെ പരുവം. ഇനി ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിൽ തന്നെ വെച്ചിരുന്ന ആ പാനിന്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകും. ഇനി ഹൽവയ്ക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതും പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കറുത്ത ശർക്കരയാണ്. വെള്ള ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കറുത്ത ശർക്കര ആകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ കിട്ടും. ഇനി ശർക്കര ഉരുകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ശർക്കര നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുകി കിട്ടും. ഇപ്പോൾ ആ ശർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി കല്ലും മണ്ണ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കണം, അല്ലെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലൊക്കെ നല്ലതുപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പൊടിക്കുന്ന ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരേ സ്പീഡിലിട്ട് 1 മിനിറ്റാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ അവിൽ റോസ്റ്റ് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മൾ റോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റില്ല. ഹൽവ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം സെറ്റ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാത്രം വേണം നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. നല്ലതുപോലെ ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ തന്നെ ഇതൊക്കെ ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ എള്ളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഹൽവയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു മിക്സിയുടെ ജാറിൽ 2.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ ബ്രൗൺ ഭാഗമൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയുടെ മുഴുവൻ ഭാഗവും ചിരകിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ തേങ്ങ അളന്നെടുത്തത് അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരേ സ്പീഡിലിട്ട് ഒരു 40 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത തേങ്ങാപ്പാല് ഒന്ന് അരിച്ചൊഴിക്കാം. ഇനി കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് ഈ തേങ്ങാപ്പാൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിന്റെ പാലെടുക്കുകയോ ചെയ്യുക. ഇപ്പൊ തേങ്ങയുടെ പാല് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി 2ാം പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ 1 മിനിറ്റ് ഒരേ സ്പീഡിലിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത തേങ്ങാപ്പാലിന്റെ കൂടെ തന്നെ ഇത് അരിച്ചൊഴിക്കാം. ഇനി കൈവച്ചോ ഒരു സ്പാച്ചിൽ ഒഴിച്ചോ ഇതിന്റെ പാല് നല്ലതുപോലെ എടുക്കാം. ഇപ്പൊ തേങ്ങാപ്പാൽ മുഴുവനും എടുത്തിട്ടുണ്ട്.
ഇനി കൊത്ത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റാം. ഇപ്പൊ തേങ്ങാപ്പാൽ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലുപ്പമുള്ള ഹോളിൽ കൂടെയാണ് തേങ്ങാപ്പാൽ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ചെറിയ ചെറിയ കൊത്തുകൾ ഉണ്ടാവും. അത് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഹോളുള്ള അരിപ്പയിൽ കൂടി ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കാം. ഇനി തേങ്ങാപ്പാൽ എത്ര കപ്പ് ഉണ്ടെന്ന് അളന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ 250 ml കപ്പിന് 1 കപ്പിന്റെ അളവ് എടുത്തിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഇതാ കറക്റ്റ് 250 ml കപ്പിന് 5 കപ്പ് തേങ്ങാപ്പാൽ ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി അളന്ന് മാറ്റി വെച്ച തേങ്ങാപ്പാലില് പൊടിച്ച് മാറ്റി വെച്ച അവിലിട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചോ ഒരു വിസ്ക് വെച്ചോ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടില്ല. ഇപ്പൊ കട്ടകളൊന്നുമില്ല, നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഥവാ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതിയാവും. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കൈ വിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ തിളച്ച് ഒന്ന് കുറുകി ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക് പാൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാവൂ. സാധാരണ അടികട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉരുക്കി മാറ്റി വെച്ച ശർക്കര പാനി മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. കൈ വിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത ശർക്കരയിൽ ഉപ്പില്ലാത്തത് കൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കശുവണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല ചെറുതായിട്ട് കട്ട് ചെയ്തതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇടണ്ട, ചെറുതായിട്ട് കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഇത് മുഴുവനും ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 6 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാതെ തന്നെ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ബോള് പോലെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പോൾ ബോള് പോലെ ഉരുണ്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫാക്കി ഏത് പാത്രത്തിലാണോ നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ചൂടോടുകൂടി തന്നെ നെയ്യ് ബ്രഷ് ചെയ്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടൻ തന്നെ ആ ചൂടോടുകൂടി ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ നല്ലതുപോലെ ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പം നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂട് മാറാൻ വേണ്ടി നമുക്കിത് മാറ്റി വയ്ക്കാം.
റൂം ടെമ്പറേച്ചറിലിരുന്ന് ചൂടൊക്കെ മാറി നല്ലോണം തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല കറുത്ത കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ കിട്ടണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മാത്രമേ നല്ല കറുത്ത കളർ കിട്ടുകയുള്ളൂ. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് വീണ് കിട്ടിയത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എള്ളും നട്ട്സും ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കാണാനും നല്ല ഭംഗിയാണ്. ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇത് കടിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഹൽവയാണ്. അതാണ് കൂടുതൽ ടേസ്റ്റും. നമ്മൾ കോഴിക്കോടൻ ഹൽവ ഒക്കെ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഈ ഹൽവ കൂടുതൽ ദിവസം ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റും കൂടി വരും. ഈ ഹൽവ അവൽ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുകയില്ല. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൽവയിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നമ്മൾ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അവൽ വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഈ ഹൽവ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്